എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അമ്മയും കുഞ്ഞും ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് 12 വയസ്സേ ഉള്ളൂ. പക്ഷെ ആൾക്ക് ഓൾറെഡി പീരിയഡ്സ് ആയിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ അമ്മയുടെ കംപ്ലയിന്റ് എന്താന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ല, ക്ലെൻലിനെസ് ഇല്ല, ആളുടെ നെക്കിൽ ഫുൾ ഡാർക്ക്നെസ് ആണ്, ആം, സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യില്ല, എല്ലാത്തിനും ഒച്ചെടുക്കണം, എല്ലാത്തിനും ദേഷ്യമാണ്, ഇങ്ങനെയുള്ള കംപ്ലയിൻസ് ആയിട്ടാണ് വന്നത്. ഈ കുട്ടിക്ക് രാവിലെ 6:30 മുതൽ 8 മണി വരെ ഒരു ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ വീണ്ടും സ്കൂളിൽ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 മണിയാകുമ്പോൾ വീണ്ടും ട്യൂഷന് പോവാണ്. ട്യൂഷന് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 8:30. അപ്പോൾ ഈ കുട്ടി എക്സസൈസ് ചെയ്യാൻ ടൈമില്ല. അപ്പോൾ അമ്മ ചോദിച്ചത് 8 മണി കഴിഞ്ഞിട്ട് ചെയ്തൂടെ എന്നാണ്. അപ്പോൾ നമ്മൾ അമ്മമാർ ചിലപ്പോൾ കുട്ടികളുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്നാലും അവരുടെ സ്ട്രെസ്സ് നമ്മൾ മനസ്സിലാക്കാതിരിക്കും. നമ്മൾ ഇരുന്നിട്ടാണ് ആ കുട്ടി പഠിക്കുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ടാണ് പഠിക്കുന്നതെങ്കിലും അതും ഒരു സ്ട്രെയിനിയസ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. ആ കുട്ടീനെ സംബന്ധിച്ച് രാവിലെ മുതൽ ആ കുട്ടി പഠിക്കുകയാണ്. ഇതിനകത്ത് ആ കുട്ടിയുടെ കുട്ടിത്തം അല്ലെങ്കിൽ അവരുടെ ആ ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്യാനായിട്ട് ഒരു ടൈം കിട്ടുന്നില്ല ആ കുട്ടിക്ക്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ കുളിക്കാനുള്ള ഒരു മടിയും ഭക്ഷണം കഴിക്കാൻ ജങ്ക് ഫുഡിനോടുള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ. പിന്നെ പ്യൂബർട്ടി വളരെ നേരത്തെ വന്നു. 11 ഇയേഴ്സ് ആയപ്പോഴത്തേനും മെനാർക്കി ആയി. ആ കുട്ടിക്ക് പീരിയഡ്സ് വന്നു. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇമോഷണൽ മെച്യൂരിറ്റി, അല്ലെങ്കിൽ ആ ടൈമിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് കാമായിട്ട്, അല്ലെങ്കിൽ അതൊരു ഫുൾ എന്തുകൊണ്ട് ക്ലീൻ ആയിട്ട് വെക്കണം എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല ആരും. പക്ഷേ ഇതിൻ്റെ പുറകെ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്തു, സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലോണം സ്കാനിങ്ങിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ HB കുറവാണ്, ഡെഫിഷ്യൻസീസും അതുപോലെ തന്നെയുണ്ട്. കുട്ടിയുടെ മെൻ്റൽ ഹെൽത്തും അത്ര പ്രോപ്പർ അല്ല. കാരണം അമ്മ ഇങ്ങനെ ഈ ഒരു പേഴ്സണൽ കാര്യം, അതായത് ഈ പീരിയഡ്സിൻ്റെ സമയത്ത് കുട്ടി ക്ലീൻ ആയിട്ട് വെക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പല ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യണം, അവരുടെ ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ആ കുട്ടിക്ക് മൊത്തത്തിൽ ഒരു അൺകംഫർട്ടബിൾ ആണ്. കാരണം ആ കുട്ടിയുടെ ഒരു പേഴ്സണൽ കാര്യമാണത്. നമ്മൾ അമ്മമാർ ചിന്തിക്കേണ്ടത് ആ കുട്ടിയുടെ ഒരു വളർച്ചയുടെ ഒരു മെയിൻ പോർഷനാണ് ഈ പ്യൂബർട്ടി എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ഒരിക്കലും അമ്മമാർ അവരുടെ ദോഷത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല, നമ്മുടെ ടെൻഷൻ കൊണ്ടായിരിക്കും വേറെ ആൾക്കാരോട് പറയുന്നത്. പക്ഷെ അവരെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ ഡയറ്റ്, അവരുടെ എക്സസൈസ്, ഇതെല്ലാം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുന്ന ഏതെങ്കിലും കൗൺസിലേഴ്സിനെ കൺസൾട്ട് ചെയ്യുക, കുട്ടികളെ കൊണ്ടൊന്ന് കാണിക്കുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കൂടുതലും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.